ഹായ് എവരിവൺ, വെൽക്കം ടു ദിസ് അക്കാഡമി. നമ്മൾ SSC GDക്ക് ആവശ്യമായിട്ടുള്ള ഓരോ ടോപ്പിക് ബൈ ടോപ്പിക് എടുത്ത് പതുക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പല പല ടോപ്പിക്സ് നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് കാണുന്നുണ്ട്, കമന്റ്സിലൂടെ നമ്മൾ അത് അറിയുന്നുണ്ട്. എന്ത് ചെയ്യുക, കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചൊന്ന് ഫെമിലിയർ ആവേണ്ടത്. ഓക്കെ, അതായത് നമ്മൾ ടോപ്പിക്സ് ഒക്കെ പഠിച്ച് മുന്നോട്ട് പോയാലും ഏതൊക്കെ ഏരിയാസിന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുമെന്ന് നമ്മളൊന്ന് ഫെമിലിയർ ആവേണ്ടതുണ്ട്. അതായത് സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, പക്ഷെ ആ സിലബസിൽ നിന്ന് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരിക, ആ കാര്യങ്ങളെ പറ്റി നമ്മളൊന്ന് ഫെമിലിയർ ആവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയറിന്റെ ഒരു സെറ്റ് ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് സെറ്റ് എന്ന രീതിയിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. വിച്ച് among the following is India's largest brackish water lake? എന്താണ് ബ്രാക്കിഷ് വാട്ടർ എന്ന് പറഞ്ഞാല്? എന്താ ബ്രാക്കിഷ് വാട്ടറിന്റെ മീനിങ്? ചിലവർക്ക് അറിയായിരിക്കും അല്ലെ, അറിയാത്തവർക്ക് ശ്രദ്ധിക്കുക. ബ്രാക്കിഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കടലിലൊക്കെ വെള്ളത്തിന് ഭയങ്കര ഉപ്പ് രസമാണ് അല്ലെ. സലൈനിറ്റി ലെവൽ ഭയങ്കര കൂടുതലായിരിക്കും, അഥവാ സോൾട്ടിന്റെ കണ്ടന്റ് എന്തായിരിക്കും, സീലൊക്കെ കൂടുതലായിരിക്കും, അഥവാ കടലിലൊക്കെ കൂടുതലായിരിക്കും അല്ലെ. പക്ഷെ എന്താ, ഈ ശുദ്ധമായ വെള്ളം പോകുന്ന അല്ലെങ്കിൽ തടാകങ്ങളിലൊക്കെ എന്തായിരിക്കും, കുറച്ചുകൂടി ശുദ്ധമായ വെള്ളം അല്ലെങ്കിൽ ഫ്രഷ് വാട്ടറുകളായിരിക്കും അല്ലെ. ഫ്രഷ് വാട്ടർ ലേക്കുകൾ ധാരാളമുണ്ട്, ശുദ്ധജല തടാകം എന്ന് പറയുന്നത് ഒത്തിരി എണ്ണമുണ്ട് ഇന്ത്യയിൽ അല്ലെ. അപ്പോ ബ്രാക്കിഷ് വാട്ടർ ലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രഷ് വാട്ടറിന് അത്ര പ്യുവർ ആയിരിക്കില്ല. ഓക്കെ, ഫ്രഷ് വാട്ടറിന് അത്ര പ്യുവർ ആയിരിക്കില്ല, പക്ഷെ എന്താ, സീലിന്റെ അത്രയും, അതായത് കടലിന്റെ അത്രയും ഉപ്പുരസം ഉണ്ടാവുകയില്ല. അതായത് കടലിൽ നമ്മൾ പറഞ്ഞു ഉപ്പുരസം കൂടുതലാണ്, ശുദ്ധജല തടാകം എന്താണ്, ഒട്ടും ഉപ്പുരസം ഇല്ലാത്ത നോർമൽ ഫ്രഷ് വാട്ടർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ബ്രാക്കിഷ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് വാട്ടറിന് അത്ര പ്യുവർ ആയിരിക്കില്ല. അതായത് ചെറിയ അളവിൽ എന്തുണ്ടായിരിക്കും, സലൈനിറ്റി ഉണ്ടായിരിക്കും, അഥവാ ഉപ്പ് രസം ഉണ്ടായിരിക്കും. പക്ഷെ എന്തല്ല, കടലിലുള്ള അത്രയും ഉപ്പുരസം, ഉപ്പിന്റെ കണ്ടന്റ് എവിടെ ഉണ്ടാവില്ല, ഈ പറയുന്ന ബ്രാക്കിഷ് വാട്ടർ ലേക്കുകൾ ഉണ്ടാവില്ല. ചെറിയ രീതിയിലുണ്ട്, പക്ഷെ എന്തല്ല, കടലിന്റെ അത്രയും അളവ് കൂടുതലില്ല. അതിനാണ് നമ്മൾ എന്ത് പറയാ, ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുന്നത്. ചെറിയ തോതിൽ ഉപ്പിന്റെ അംശം അടങ്ങിയിട്ടുള്ളതിനാണ് നമ്മൾ എന്ത് പറയാ, ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയാ. അപ്പൊ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് ലേക്കാണ് ബ്രാക്കിഷ് വാട്ടർ ലേക്ക്, അഥവാ ചെറിയ അളവിൽ ഉപ്പ് രസം ഉള്ളത്, ചെറിയ അളവിൽ വേമ്പനാട് ലേക്ക്, ചിലിക്ക ലേക്ക് ആൻഡ് ലോക്തക് ലേക്ക്. ഈ ഓപ്ഷൻസിൽ ലേക്കുകളൊക്കെ നമ്മൾ പലപ്പോഴും പല സ്ഥലത്തായിട്ട് ചിലപ്പോൾ മോക്കൊക്കെ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും. എന്നാലും ചോദിക്കുകയാണ്, എവിടെയാണ് വൂളാർ ലേക്ക് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്? എവിടെയാണ് വൂളാർ ലേക്കിന്റെ ലൊക്കേഷൻ കറക്റ്റ് വരുന്നത്? ജമ്മു ആൻഡ് കശ്മീരിലാണ് അല്ലെ. അതെന്താ, ഫ്രഷ് വാട്ടർ ലേക്കാണ് അല്ലെ, ഫ്രഷ് വാട്ടർ ലേക്കാണ്, ജമ്മു ആൻഡ് കശ്മീരിലാണ്. വേമ്പനാട് ലേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ കോട്ടയത്താണ് എന്ത്, ഈ പറയുന്ന വേമ്പനാട് ലേക്ക് എന്ന് പറയുന്നത്. ഇനി ചിലിക്ക ലേക്ക് എവിടെയാ, ചിലിക്ക ലേക്ക് എവിടെയാ, ഒഡീഷയിലാണ് അല്ലെ. വൂളാർ ലേക്ക് ജമ്മു കശ്മീരിലാണ്, വേമ്പനാട് ലേക്ക് കേരളത്തിലാണ്, ചിലിക്ക ലേക്ക് ഒഡീഷയിലാണ്, ലോക്തക് ലേക്ക് എവിടെയാ, മണിപ്പൂർ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. സെവൻ സിസ്റ്റേഴ്സിന്റെ ഭാഗം, ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണ് അല്ലെ. ഈ ലോക്തക് ലേക്കിനെ പറ്റി നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് ഇന്ത്യയിലെ വൺ ആൻഡ് ഓൺലി ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക്, ഇന്ത്യയിലെ വൺ ആൻഡ് ഓൺലി ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ആയിട്ടുള്ള കേബിൾ ലാംജാവോ എന്ന് പറയുന്ന നാഷണൽ പാർക്ക്, കേബിൾ ലാംജാവോ എന്ന് പറയുന്ന നാഷണൽ പാർക്ക് എന്താണ്, ലോക്തക് ലേക്കിലാണ് ഫ്ലോട്ട് ചെയ്യുന്നത്, അഥവാ ലോക്തക് ലേക്കിലാണ് എന്ത് ചെയ്ത് സിറ്റുവേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇന്ത്യയിലെ വൺ ആൻഡ് ഓൺലി ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് എവിടെയാണ്, ലോക്തക് ലേക്കിലാണ്, മണിപ്പൂർ സ്റ്റേറ്റിലാണ്. ഓക്കെ, ഇനി കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, എന്താണ് ഇന്ത്യസ് ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ ലേക്ക് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വൂളർ ലേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ്, അതൊരു ഫ്രഷ് വാട്ടർ ലേക്ക് ആണ് അല്ലെ. വേമ്പനാട് ലേക്ക് ആണോ, അല്ല. ചിലിക്ക ലേക്ക് ആണോ, അതോ ലോക്തക് ലേക്ക് ആണോ? ലോക്തക് ലേക്കിൽ എന്തുണ്ട്, സെലൈനിറ്റിന്റെ അളവ് ഉണ്ട്, സെലൈനിറ്റിന്റെ അളവ് ചെറിയ തോതിലുണ്ട്, കാരണം എന്താ, ബേ ഓഫ് ബംഗാളിന്റെ അടുത്ത് കിടക്കുന്നതാണ് അല്ലെ. സെലൈനിറ്റിന്റെ അളവ് ചെറിയ തോതിലുണ്ട്, മാത്രമല്ല ചിലിക്ക ലേക്കിൽ എന്തുണ്ട്, ചെറിയ തോതിൽ ഈ പറഞ്ഞ സെലൈനിറ്റിന്റെ അളവുണ്ട്. അപ്പോ നമ്മുടെ ആൻസർ വരുന്നത് എന്താ, ചിലിക്ക ലേക്ക്. ആൻസർ വരുന്നത് ചിലിക്ക ലേക്കാണ്. ചിലിക്ക ലേക്കാണ് എന്ത്, ഇന്ത്യയിലെ ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ ലേക്ക് എന്ന് പറയുന്നത്. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. നബാർഡ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. നബാർഡ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. എന്താണ് നബാർഡ് എന്ന് പറഞ്ഞാൽ? നബാർഡിന്റെ ഫുൾ ഫോം എന്താണ്, അല്ലെങ്കിൽ എന്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നബാർഡ് എന്ന് പറയുന്നത്? നമുക്കറിയാം RBI എന്ന് പറയുന്നത് എന്താ, ഇന്ത്യയിലെ മോണിറ്ററി പോളിസികളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്യാഷുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒന്ന് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ് എന്ത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ RBI എന്ന് പറയും അല്ലെ. അതായത് പലതരം ബാങ്കുകളുണ്ട്, SBI, കാനറ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് ഓഫ് ബാങ്കുകളുണ്ട് അല്ലെ. ഈ ബാങ്കുകളൊക്കെ റെഗുലേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്, RBI അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡ്യൂട്ടിയാണ് അല്ലെ.
എന്താ, വ്യവസായ സംബന്ധപ്പെട്ട അല്ലെങ്കിൽ കൃഷി ആവശ്യമായ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള ലോൺ പാസ്സാക്കാം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ RBI പോയിട്ട് എനിക്ക് ലോൺ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുമോ? ഇല്ല. ബാങ്കാണ്, അഥവാ ബാങ്കുകളാണ് അവരെ സമീപിക്കുക. അല്ലാതെ നോർമൽ ഹ്യൂമൻ ബീങ്സ് നമ്മളെ പോലെ സാധാരണ മനുഷ്യന്മാർ എന്ത് ചെയ്യില്ല, RBI പോയിട്ട് എനിക്ക് നിങ്ങൾ ലോൺ സാങ്ഷൻ ആക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഒരു അപ്ലിക്കേഷൻ കൊടുക്കില്ല, അല്ലെ? അതായത് ബാങ്കുകളാണ് RBI സമീപിക്കുക. അപ്പൊ ഈ RBIക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞ ബാങ്കുകളൊക്കെ നോക്കുന്നതിന് കൂട്ടത്തിൽ ഈ പറയുന്ന ലോണുകൾ, അതായത് വ്യവസായ സംബന്ധമായ അല്ലെങ്കിൽ കൃഷി ആവശ്യമായ ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് RBIനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി അഥവാ അഗ്രികൾച്ചറൽ, അതായത് കൃഷി ആവശ്യമായ അല്ലെങ്കിൽ വ്യവസായം സംബന്ധപ്പെട്ട എന്തെങ്കിലും ക്രെഡിറ്റ് ആവശ്യങ്ങൾ അഥവാ ലോൺ പർപ്പസുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് സമീപിക്കുക, നബാർഡിനെയാണ് സമീപിക്കുക. ഓക്കെ, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബാങ്ക് ആണ് എന്ത്, നബാർഡ് എന്ന് പറയുന്നത്. കൃഷി സംബന്ധമായ ആവശ്യങ്ങൾക്ക് നമുക്ക് സമീപിക്കാവുന്ന ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. ഇനി ഈ നബാർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് നമ്മൾ അറിയണം. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈ അഥവാ ബോംബെയിലാണ്. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബോംബെയിലാണ്. അതുപോലെ തന്നെ ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടർടേക്കിംഗിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അഥവാ ഇറ്റ് ഈസ് ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത്, നബാർഡ് എന്ന് പറയുന്നത്. നമ്മൾ കുറെ നേരം നബാർഡ് എന്ന് പറയുന്നത്, അല്ലെ? എന്താണ് നബാർഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് നബാർഡിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്, അതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നോട്ട് ചെയ്തോളാം. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണെന്ത്, നബാർഡിന്റെ ഫുൾ ഫോം വരും. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു, മുംബൈയിലാണ്. കൃഷി ആവശ്യമായ കാര്യങ്ങൾ, കൃഷി സംബന്ധമായ കാര്യങ്ങൾക്ക് നമ്മൾ എവിടെ സമീപിക്കും, നബാർഡിനെ സമീപിക്കും. അതിനുവേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത്, നബാർഡ് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നബാർഡ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വിച്ച് ഇയർ എന്നാണ് ചോദ്യം. ആൻസർ 1982 ആണ്. 1982 ജൂലൈ 12-ാം തീയതിയാണ് നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. ഓക്കെ, നബാർഡ് നിലവിൽ വരുന്നത് ജൂലൈ 12, 1982-ലാണ്. ഇപ്പൊ ഈ നബാർഡ് എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവും, അല്ലെ? അതല്ലെങ്കിൽ ഈ നബാർഡിന്റെ പേര്, ഈ ഫുൾ ഫോം അറിയാത്തവരുണ്ടാവാം, അല്ലെ? നിങ്ങൾ എന്ത് ചെയ്യണം, മോക്കുകൾ അറ്റൻഡ് ചെയ്യണം. എന്നാലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് അന്ന് ഫെമിലിയർ ആയി വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഏരിയസ് എന്നൊക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമ്മൾ പുതുതായിട്ട് കേൾക്കുന്ന ഒരു ഫീല് വരാൻ പാടില്ലെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മൾ ഈ പറയുന്ന മോക്കുകളൊക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങണം, അല്ലെ? അപ്പോ ദിശ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് മോക്ക് ടെസ്റ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരുക്കി തരികയാണ്. അതായത് നമുക്ക് 900+ ടെസ്റ്റ് സീരീസ് ആണ് ദിശന്റെ ആപ്പിൽ വരുന്നത്. ഓക്കെ, ദിശന്റെ ആപ്പിൽ ഏകദേശം 900+ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്, എസ്പെഷ്യലി ഫോർ SSC GDക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ പൊതുവേ ഈ പറയുന്ന മോക്കുകളൊക്കെ മേടിക്കുന്ന സമയത്ത് SSCന്റെ എല്ലാ എക്സാംസിനും കൂടിയുള്ള മോക്കുകളാണ് നമ്മൾ പർച്ചേസ് ചെയ്യാം, അല്ലെ? CGL, CHSL, MTS അല്ലെങ്കിൽ അങ്ങനത്തെ പല പല എക്സാമിന് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ നോർമലി പർച്ചേസ് ചെയ്യുക. ദിശ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി SSC GDക്ക് മാത്രമുള്ള പ്രീവിയസ് ഇയർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ലൊരു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ എന്ത് ചെയ്യാം, കോൺടാക്ട് നമ്പറിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ശരി, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. All India Harijan Sangha was established in. All India Harijan Sangha. ഹരിജൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റിലീജിയൻ ആയിരുന്നു, അല്ലെ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അഥവാ നമ്മുടെ ഫാദർ ഓഫ് അവർ നേഷൻ അഥവാ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന ഗാന്ധിജി ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ത്, ഈ ഓൾ ഇന്ത്യ ഹരിജൻ സംഘ എന്ന് പറയുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, ബോംബെയിലാണ്. ഓക്കെ, ബോംബെയിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഇനി ഹെഡ് ക്വാർട്ടേഴ്സ് അല്ല, ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ആക്ച്വലി ഡൽഹിയിലാണ്. പക്ഷേ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് അഥവാ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബോംബെയിലായിരുന്നു. കറന്റ്ലി അത് എവിടെയാണ്, കറന്റ്ലി ഡൽഹിയിലാണ്. മാറിപ്പോരുത്, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു, ഇനീഷ്യലി അത് ബോംബെയിലായിരുന്നു, അതായത് ഗാന്ധിജി കണ്ടുപിടിക്കുന്ന സമയത്ത്. ഓക്കെ, അതിനുശേഷം കറന്റ്ലി അത് എവിടെയാണ്, ഡൽഹിയിലാണ്. സോ ഓൾ ഇന്ത്യ ഹരിജൻ സംഘ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ ഡാഷ് 1932. ഓക്കെ, 1932 കറക്റ്റ് വർഷം പറയുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പു സത്യാഗ്രഹം കഴിഞ്ഞ് 2 വർഷങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഓൾ ഇന്ത്യ ഹരിജൻ സംഘ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ആൻസർ എന്തായിരുന്നു, 1932. അടുത്ത ക്വസ്റ്റിനിലേക്ക് മൂവ് ചെയ്യാം. ഹു അമംഗ് ദ ഫോളോയിങ് ഫോംഡ് ദ ഗ്രൂപ്പ് ഓഫ് ബ്രദേഴ്സ് ഓഫ് ഇന്ത്യ? ഹു അമംഗ് ദ ഫോളോയിങ് ഫോംഡ് ദ ഗ്രൂപ്പ് ഓഫ് ബ്രദേഴ്സ് ഓഫ് ഇന്ത്യ എന്നാണ് ചോദ്യം. ഓക്കെ,
നമുക്കറിയാം ആനി ബെസന്റ് എന്ന് പറയുന്നത് ആരാ? INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ് അല്ലെ? INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ്. മാത്രമല്ല ഇത് ആര് കൂടിയാണ്? ഹോം റൂൾ ലീഗ് അല്ലെ? ഹോം റൂൾ ലീഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്ന വ്യക്തിയാണ് ആര്? ആനി ബെസന്റ് എന്ന് പറയുന്നത് 1916 അല്ലെ? 1916 ഹോം റൂൾ ലീഗ് എസ്റ്റാബ്ലിഷ് ചെയ്ത വ്യക്തിയാണ് ആനി ബെസന്റ്. ഒരു കോ ഫൗണ്ടർ കൂടി ഉണ്ടായിരുന്നു. ആനി ബെസന്റ് ഒറ്റയ്ക്കല്ല, ഒരാൾ കൂടെ ഉണ്ടായിരുന്നു, തിലക്. ബാലഗംഗാധർ തിലകിന്റെയും ആനി ബെസന്റും കൂടി ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഹോം റൂൾ ലീഗ് കൊണ്ടുവരുന്നത്. ഇവർ ആര് കൂടിയാണ്? INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് കൂടിയാണ് ആര്? ഈ ആനി ബെസന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജോർജ് ഫ്യൂർസ്റ്റെയിൻ. ജോർജ് ഫ്യൂർസ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ അതൊരു ഓഥറായിരുന്നു. ഓക്കെ, ഒരു വിദേശിയായ ഒരു ഓഥറായിരുന്നു ആര്? ജോർജ് ഫ്യൂർസ്റ്റെയിൻ. അതേപോലെ HS പോളിലോട്ട് ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. അലൻ വാട്സൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു റൈറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഓഥർ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കിവിടെ നമ്മുടെ ക്വസ്റ്റ്യനോട് ഉപമിക്കാൻ പറ്റും, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് ആൻസർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് ആരുടെ പേരാ? ആനി ബെസന്റ് അല്ലെ? നമുക്കത് എങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ബാക്കിയുള്ള 3 പേരും ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട ആൾക്കാരല്ല, അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യമായോ അല്ലെങ്കിൽ INCയുമായോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യയുടെ ഒരു രീതിയിലുള്ള ബന്ധവും ആർക്കില്ല, ബാക്കിയുള്ള 3 പേർക്കും ഇല്ല. അതുകൊണ്ട് എന്താ? ആനി ബെസന്റ് ആയിരിക്കും. ഇനിയിപ്പോ നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ അറിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ആൻസർ കണ്ടുപിടിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ബാക്കിയുള്ള 1-2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? 2 ഓപ്ഷൻസ് മാത്രമേ നമുക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ആൻസർ പിടിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഹിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുഖമായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ശരി, ആനി ബെസന്റ് ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകളുടെ കൂടെ തന്നെ എന്തുണ്ട്? നമുക്ക് SSC GDക്ക് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സ് കൂടി ദിശ അക്കാഡമി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ രീതിയിൽ ക്ലാസ്സുകൾ മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ സബ്ജക്റ്റുകൾക്കും, അതായത് മാത്സ്, റീസണിങ്, GK, കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഈ 4-5 സബ്ജക്റ്റുകൾ വരുന്ന എല്ലാ ക്ലാസ്സുകളും നമുക്ക് ദിശ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. SSC GDക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, എല്ലാം SSCന്റെ എക്സാംസും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടല്ല. GDക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി നമ്മൾ ഫോം ചെയ്ത ഒരു കോഴ്സാണ്. അഡ്മിഷൻസ് ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും എൻറോൾ ചെയ്യും. ഓക്കെ, താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ആൻഡമാൻ ജൂറിസ്ഡിക്ഷൻ കംസ് അണ്ടർ വിച്ച് കോർട്ട്? ആൻഡമാൻ ജൂറിസ്ഡിക്ഷൻ കംസ് അണ്ടർ വിച്ച് കോർട്ട് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആൻഡമാൻ നിക്കോബാർ നമുക്കറിയാം ഒരു ദ്വീപ് സമൂഹമാണ് അല്ലെ? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ദ്വീപ സമൂഹമാണ്. ഈ ആൻഡമാന്റെ ജൂറിസ്ഡിക്ഷന്റെ അണ്ടറിൽ വരുന്നത് ഏത് ഹൈക്കോർട്ടാണ്? ഏത് ഹൈക്കോർട്ടിന്റെ അണ്ടറിലാണ് ആൻഡമാൻ നിക്കോബാർ വരുന്നതെന്നാണ് ചോദിക്കുന്നത്. കാൽക്കട്ടയാണ് ആൻസർ. ഓക്കെ, കാൽക്കട്ട ഹൈക്കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷൻ ആണ് എന്ത് വരുന്നത്? ആൻഡമാൻ നിക്കോബാർ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ദ്വീപ സമൂഹം കൂടെ ഉണ്ടല്ലോ, ലക്ഷദ്വീപ് അല്ലെ? ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു ദ്വീപ സമൂഹം കൂടി നമുക്കുണ്ട്. അത് ആരുടെ അണ്ടറിലാണ് വരുന്നത്? അത് നിങ്ങൾക്ക് അറിയാവുന്നവർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. താഴെ കാണുന്ന കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്തിടാം. ഓക്കെ, ആൻഡമാൻ ജൂറിസ്ഡിക്ഷൻ കാൽക്കട്ടിലാണ് വരുന്നതെന്ന് പറഞ്ഞു. ആൻഡമാനെ പറ്റി കുറച്ച് 1-2 കാര്യങ്ങളോട് ഞാൻ എക്സ്ട്രാ പറഞ്ഞുതരാം. അവിടുത്തെ ഹയസ്റ്റ് പീക്ക്, ഓക്കെ, ആൻഡമാൻ ആൻഡ് നിക്കോബാറിൽ വരുന്ന ഹയസ്റ്റ് പീക്ക് ഏതാണ്? സാഡിൽ പീക്കാണ്. സാഡിൽ പീക്കാണ് അവിടുത്തെ ഹയസ്റ്റ് പീക്ക്. ഇനി ഈ ആൻഡമാൻ നിക്കോബാറിന് ആൻഡമാൻ എന്ന് പേര് കിട്ടുന്നതിന് മുമ്പ് ഒരു പേരുണ്ടായിരുന്നു. ആ പേരാണ് എമറാൾഡ് ഐലൻഡ്. ഓക്കെ, എമറാൾഡ് ഐലൻഡ് എന്നായിരുന്നു അതിന്റെ മുമ്പത്തെ പേര്. എന്താണ്? ഹയസ്റ്റ് പീക്ക് സാഡിൽ പീക്ക് ആണ്. ഇതിന്റെ പഴയ പേര് എമറാൾഡ് ഐലൻഡ് ആണ്. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങൾ വിട്ടുപോയത് എന്തായിരുന്നു? ലക്ഷദ്വീപ്. ആൻഡമാന്റെ ജൂറിസ്ഡിക്ഷൻ വരുന്നത് കാൽക്കട്ട ഹൈക്കോർട്ടിലാണെങ്കിൽ ലക്ഷദ്വീപിന്റെ ജൂറിസ്ഡിക്ഷൻ ഏത് ഹൈക്കോർട്ടിലാണ് വരുന്നത്? അറിയാവുന്നവർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക കേട്ടോ. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. കാൽക്കട്ടയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. വിച്ച് റിവർ ഫ്ലോസ് ത്രൂ എ റിഫ്റ്റ് വാലി? വിച്ച് റിവർ ഫ്ലോസ് ത്രൂ എ റിഫ്റ്റ് വാലി എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എന്താണ് റിഫ്റ്റ് വാലി എന്ന് പറഞ്ഞത്? എന്താണ് റിഫ്റ്റ് വാലി എന്ന് പറഞ്ഞത്? അതായത് നമുക്കറിയാം ഈ ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ ഒക്കെ മൂവ്മെന്റ് കൊണ്ട് ഇന്ത്യയുടെ അല്ല, ഭൂമിയുടെ ഉപരിതലത്തിന്റെ മൂവ്മെന്റ് കൊണ്ട് പല പല വ്യതിയാനങ്ങളും ഭൂമിയുടെ മുകളിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ? ഇപ്പൊ ഈ മണ്ണ് ഉണ്ടാവുന്നത് എങ്ങനെയാ? റോക്കിന്റെ ഫോർമേഷൻ അല്ലെ? റോക്ക് ഉണ്ടായി, റോക്സ് തമ്മിൽ ഇടിക്കും, പാറകൾ തമ്മിൽ ഇടിക്കും. ആ ഇടിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും? ചെറിയ ചെറിയ മണൽത്തരികൾ ക്രിയേറ്റ് ആവും. അങ്ങനെയാണ് മേൽമണ്ണ് ക്രിയേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ടോപ്പ് സോയിൽ ക്രിയേറ്റ് ആവുന്നത് അല്ലെ? അതുപോലെ എന്താണ് ഈ ടെക്ടോണിക് പ്ലേറ്റ്സിന്, അത് സോയിലിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി അങ്ങനെ പല പല ടൈപ്പ് ഓഫ് ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ് കൊണ്ട് എന്തുണ്ടാവും? പല പല ടൈപ്പ് ഓഫ് ജോഗ്രഫിക്കൽ വ്യത്യാസങ്ങൾ എന്ത് വരും? ഭൂമിയുടെ മുകളിൽ വരാൻ വരും. ഓക്കെ, അങ്ങനത്തെ കേസിൽ
കേസിൽ എന്താണ് പല പല ടൈപ്പ് ഓഫ്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ക്രിയേറ്റ് ആവും എവിടെ, പല പല ടൈപ്പ് ഓഫ് ഹൈറ്റുകൾ പല പല സ്ഥലങ്ങളിൽ ക്രിയേറ്റ് ആവും. എങ്ങനെ ക്രിയേറ്റ് ആവും? ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ് കൊണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ നടുവിലൂടെ എന്ത് ചെയ്യാണ്? ഒരു നദി ഒഴുകി വരാം. ഓക്കെ, ഇത് എന്താണ്? രണ്ട് മൗണ്ടൻസിന്റെ ഇടയിലൂടെയാണ് ഈ നദി ഒഴുകി വരുന്നത്. ഓക്കെ, അതിനെ നമ്മൾ മറ്റൊരു പേരിട്ട് വിളിക്കും. ഇനി ഇവിടെ റിഫ്റ്റ് വാലി എന്ന് സൂചിപ്പിക്കുന്നത് മൗണ്ടൻസിന്റെ അത്ര വലുപ്പം ഉണ്ടാവില്ല, പക്ഷെ എന്നാലും എന്താണ്, ചെറിയ രീതിയിൽ ഒരു ഓക്കെ ചെറിയ രീതിയിൽ ഒരു ഹൈറ്റ് ഫോം ചെയ്തിട്ടുണ്ടാവും. ഈ ഹൈറ്റിന് നടുവിലൂടെ ഒരു നദി ഒഴുകി വരികയാണെങ്കിൽ അതിനാണ് എന്ത് പറയാ? നമ്മൾ റിഫ്റ്റ് വാലി എന്ന് പറയും. ഓക്കെ, അപ്പൊ വിച്ച് റിവർ ഫ്ലോസ് ത്രൂ റിഫ്റ്റ് വാലി എന്നാണ് ചോദിച്ചേക്കുന്നത്. പെരിയാർ. പെരിയാർ റിഫ്റ്റ് വാലി റിവർ ആണ്. അതായത് രണ്ട് ഈ പറഞ്ഞ പോലെ ചെറിയൊരു ഉയർച്ചയുള്ള രണ്ട് ഭാഗങ്ങളുടെ നടുവിലൂടെയാണോ പെരിയാർ ഒഴുകുന്നത്? അല്ല, അല്ലെ? പെരിയാർ എവിടെയാ സിറ്റ് ചെയ്തിട്ടുള്ളത്? കേരളത്തിലാണ്, അല്ലെ? കേരളത്തിൽ അങ്ങനെ ഒരു ജോഗ്രഫിക്കൽ കണ്ടീഷൻ നമ്മൾ കണ്ടിട്ടില്ല, അല്ലെ? അപ്പൊ പെരിയാർ എന്തല്ല? റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയല്ല. ശരി, ഇനി നർമ്മദ. നർമ്മദ എന്താണ്? നർമ്മദ ഒരു വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ്, അല്ലെ? വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ്. അതുപോലെ പേൻഗംഗ എന്താണ്? മഹാരാഷ്ട്രയിലാണ്, അല്ലെ? പേൻഗംഗ മഹാരാഷ്ട്രയിലാണ്. സോൺ നദി പല പല സ്റ്റേറ്റിലൂടെ ഒഴുകുന്നുണ്ട്, അല്ലെ? അപ്പോ ഇതില് പെരിയാർ എന്തായാലും ഉത്തരമല്ല നമ്മൾ പറഞ്ഞു, പേൻഗംഗ ഉത്തരമല്ല നമ്മൾ പറഞ്ഞു. പിന്നെയുള്ള രണ്ട് ഓപ്ഷൻ എന്താ? ഒന്ന് നർമ്മദയും ഒന്ന് സോൺ നദിയും. ഓക്കെ, നമുക്കറിയാം നർമ്മദ എന്ന് പറയുന്നത് വിന്ധ്യ സത്പുര റേഞ്ചിന്റെ സെൻട്രലിലൂടെ ഒഴുകുന്ന നദിയാണ്, അല്ലെങ്കിൽ വിന്ധ്യ സത്പുര റേഞ്ചസിന്റെ ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് ഇത് നർമ്മദ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ചെറിയ ചെറിയ ഉയർച്ചകളുടെ സെൻട്രലിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഇറ്റ് ഫ്ലോസ് ത്രൂ റിഫ്റ്റ് വാലി. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും നർമ്മദ. ഓക്കെ, നർമ്മദയുടെ കൂടെ ഒരു ആൻസറും കൂടി വരും, തപ്തി അല്ലെങ്കിൽ തപിറി. ഓക്കെ, അതിപ്പോ ഓപ്ഷനിലില്ല, അതുകൊണ്ട് നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ കേസ് തപിയും കൂടി ഓപ്ഷനിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നർമ്മദ ആൻഡ് തപി ആയിരിക്കും ആൻസർ. ഓക്കെ, ശരി, ആൻസർ എന്തായിരുന്നു? നർമ്മദ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ഇൻ വിച്ച് ഇയർ വാസ് യൂണിയൻ ആൻഡ് റെയിൽവേ ബഡ്ജറ്റ്സ് മെർജ്ഡ്? എന്താണ് റെയിൽവേ ബഡ്ജറ്റ്? എന്താണ് യൂണിയൻ ബഡ്ജറ്റ്? നമ്മുടെ ഫിനാൻസ് മിനിസ്ട്രി വർഷാവർഷം എന്ത് ചെയ്യും? അടുത്തൊരു വർഷത്തേക്ക് ഇന്ത്യയുടെ ഫിനാൻസ് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്ന് പറയുന്നതാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരിക്കും, അല്ലെ? ഒരു മാസം ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഈ ശമ്പളം ഏതൊക്കെ ലെവലിൽ എന്തൊക്കെ എക്സ്പെൻഡിച്ചറുകൾ ഉണ്ടാവും നമ്മുടെ വീട്ടില് അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ബോത്ത് പേരൻസ് എന്ത് ചെയ്യും? ഈ പറയുന്ന എക്സ്പെൻസ് ഒക്കെ എന്ത് ചെയ്യും? ഒന്ന് മാനേജ് ചെയ്ത് ചാർട്ട് ഔട്ട് ചെയ്ത് വെക്കും, അല്ലെ? അതിനാണ് നമ്മൾ എന്ത് പറയാ? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റെയിൽവേക്കും പണ്ടൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ യൂണിയനും ഒരു ബഡ്ജറ്റ് ഉണ്ട്. ഓക്കെ, ചോദിച്ചേക്കുന്നത് യൂണിയൻ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും കൂടി മെർജ് ചെയ്തത് ഏത് വർഷമാണെന്ന്. ഓക്കെ, യൂണിയൻ ബഡ്ജറ്റ് റെയിൽവേ ബഡ്ജറ്റ് കൂടി മെർജ് ചെയ്ത വർഷം 2017 ആണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2016 ഇതിന്റെ അനൗൺസ്മെന്റ് വരുന്നത്. 2016 ഇതിന്റെ അനൗൺസ്മെന്റ് വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് 2017 എന്ത് ചെയ്യാണ്? ഈ ബഡ്ജറ്റ് അങ്ങ് മെർജ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, അങ്ങനെ മെർജ് ചെയ്തതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുകയാണ്? 1 ഫെബ്രുവരി ആദ്യത്തെ ദിവസം 2017 ഫെബ്രുവരി 1 എന്ത് ചെയ്തു? ആദ്യത്തെ ബഡ്ജറ്റ് മെർജ് ചെയ്തതിനു ശേഷം, യൂണിയൻ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും മെർജ് ചെയ്തതിനു ശേഷത്തെ ആദ്യത്തെ ബഡ്ജറ്റ് എന്ത് ചെയ്തു? ഫെബ്രുവരി 1 പബ്ലിഷ് ചെയ്യാണ്, അല്ലെങ്കിൽ പാർലമെന്റിൽ പ്രസിദ്ധീകരിച്ചു. ഓക്കെ, ഇനി എന്താണ് നമ്മൾ പറഞ്ഞു? യൂണിയൻ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും രണ്ടും രണ്ടായിരുന്നു. ഈ അനൗൺസ്മെന്റ് വന്നത് 2016 പക്ഷെ മെർജ് ചെയ്തത് 2017 മാത്രമല്ല എന്താണ് ഈ പറയുന്ന ഫെബ്രുവരി 1 ആണ് എന്ത് ചെയ്തത്? യൂണിയൻ ബഡ്ജറ്റും ശരി, ആൻസർ എന്തായിരുന്നു? 2017 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റിനിലേക്ക് മൂവ് ചെയ്യാണ്. ചിപ്കോ മൂവ്മെന്റ്. എന്താണ് ചിപ്കോ മൂവ്മെന്റ് എന്ന് പറഞ്ഞാല്? ചിലവർക്ക് അറിയായിരിക്കും, അല്ലെ? ചിപ്കോ മൂവ്മെന്റ് നമ്മൾ ചെറുപ്പകാലത്തിൽ ഒരു 5-ലും 6-ലും 7-ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സോഷ്യൽ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് ട്രീകൾ, പല പല മരങ്ങൾ എന്താണ് വെട്ടി നശിപ്പിക്കുന്നതിന്റെ ഒരു സീസൺ കണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇന്ത്യയിൽ. ഓക്കെ, അപ്പൊ ഈ മരങ്ങൾ വെട്ടി നശിപ്പിക്കാതെ അല്ലെങ്കിൽ ഈ എൻവയൺമെന്റ് അങ്ങനെ തന്നെ നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ മുന്നോട്ട് വരികയും ഒരു മരത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? അവര് പറയാണ്, ഞങ്ങളെ വെട്ടാതെ ഈ മരത്തിനെ വെട്ടാൻ സാധിക്കില്ല, അല്ലെങ്കിൽ മരത്തിനെ വെട്ടാൻ പറ്റില്ല, ഞങ്ങൾ ഇവിടുന്ന് മാറി തരില്ല എന്നൊക്കെ ആര് പറഞ്ഞു? കുറച്ച് ആൾക്കാർ പറയാണ്. അതിനെയാണ് ചിപ്കോ മൂവ്മെന്റ് അല്ലെങ്കിൽ ചിപ്കോ ആന്തോളൻ എന്ന് പിന്നീട് വിളിക്കപ്പെട്ടത്.
ഓക്കെ, ചിപ്കോ മൂവ്മെന്റ് അല്ലെങ്കിൽ ചിപ്കോ ആന്തോളൻ എന്ന് പറഞ്ഞത് എന്താണ്? ഈ പറയുന്ന ഹഗ്ഗിങ് ഓഫ് ട്രീസ് ആയിരുന്നു, അല്ലെങ്കിൽ മരങ്ങൾ വെട്ടുന്നതിനെതിരെയായിട്ടുള്ള ഒരു റെവല്യൂഷണറി മൂവ്മെന്റ് ആയിരുന്നു ചിപ്കോ ആന്തോളൻ അഥവാ ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തത് 1973 ഓക്കെ, 1973 ഇത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഈ 1973 നമ്പർ ഒന്ന് ഈ വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ചിപ്കോ ആന്തോളൻ സ്റ്റാർട്ട് ചെയ്ത വർഷം 1973. ഇനി എന്തായിരുന്നു ചിപ്കോ മൂവ്മെന്റ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ്? മരങ്ങളെ ഹഗ് ചെയ്തുകൊണ്ടുള്ള ഒരു റെവല്യൂഷണറി മൂവ്മെന്റ് ആയിരുന്നു ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ശരി, അപ്പൊ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എന്താണ്? ട്രാൻസ്പെറൻസി ഇൻ പബ്ലിക് ലൈഫ് ആണോ? അല്ല. എഫോറസ്റ്റേഷൻ ആണോ? മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതാണോ? അല്ല. മരങ്ങൾ വെട്ടുന്നതിനെതിരെയായിരുന്നു, അല്ലെ? അപ്പൊ എഫോറസ്റ്റേഷൻ ആണോ? അതുമല്ല. പ്രിവെന്റിംഗ് ദ ഫെല്ലിംഗ് ഓഫ് ട്രീസ്, മരങ്ങൾ വെട്ടി വീഴ്ത്തുക, അതല്ലെങ്കിൽ മരങ്ങൾ വീഴുന്നതിന് അഗെയിൻസ്റ്റ് ആയിരുന്നോ? അതെ. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ശരി, ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. അടുത്ത ഇതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതായത് പലവർക്കും പല രീതിയിലാണ് പഠിക്കാൻ പറ്റും, അല്ലെ? ചിലവർക്ക് ഫോൺ നോക്കി കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റില്ല. അങ്ങനത്തെ പല പല പ്രശ്നങ്ങളുള്ളവരുണ്ടോ? അങ്ങനെയുള്ളവർക്ക് ദിശ അക്കാഡമിയുടെ എല്ലാ ബ്രാഞ്ചുകളിലും SSGDക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്രാഷ് ബാച്ചുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, SSGDക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്രാഷ് ബാച്ചുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയപരിധിയിൽ നമ്മൾ എന്ത് ചെയ്യും? GDന്റെ സിലബസ് കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് കുറച്ച് മോക്ക് ടെസ്റ്റുകളും തന്നുകൊണ്ട് നിങ്ങളുടെ GDക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ക്രാഷ് ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ബ്രാഞ്ചുകളുടെ അതത് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ബ്രാഞ്ചിന്റെ നമ്പർ ഞാൻ നേരത്തെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ആ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലോങ്സ്റ്റ് റിവർ ഓഫ് നേപ്പാൾ. നേപ്പാളിലെ ഏറ്റവും നീളം കൂടിയ നദി? സാൻപോ, ഗംഗ, യാങ്സെ ആൻഡ് കർണാലി. 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്, അല്ലെ? നേപ്പാളിലാണോ? സാൻപോ എന്ന് പറയുന്നത് എവിടെയാണ്? ടിബറ്റിലാണ്, അല്ലെ? ടിബറ്റിലാണ്. ജോഗ്രഫി ഒക്കെ പഠിച്ചവരുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും എന്താണ് ഈ സാൻപോ എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയുടെ മറ്റൊരു പേരാണ്, അല്ലെ? ഇന്ത്യയിലൂടെ ബ്രഹ്മപുത്ര ഒഴുകുന്നതിന് മുമ്പ് എന്താണ്? ടിബറ്റിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഒഴുകി വരുന്നത്. ബ്രഹ്മപുത്രനെ ടിബറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സാൻപോ എന്നുള്ളത്. ഗംഗ എവിടെയാണ്? ഇന്ത്യയിലാണ്, അല്ലെ? അപ്പൊ ഓപ്ഷൻ എയും അല്ല, ഓപ്ഷൻ ബിയും അല്ല. പിന്നെ യാങ്സെ എന്ന് പറയുന്നത് ചൈനയിലുള്ള റിവറാണ്. യാങ്സെ എന്ന് പറയുന്നത് ചൈനയിലുള്ള റിവറാണ്. അപ്പൊ അതും എന്തല്ല? അതും നമ്മുടെ ഉത്തരവല്ല. ഓക്കെ, ഇനി കർണാലി എവിടെയാണെന്ന് വെച്ചാൽ അതാണ് നേപ്പാളിലുള്ള റിവർ. അപ്പൊ നമുക്ക് എന്താണ്? നേപ്പാളില് ഈ റിവറുകളൊക്കെ ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി, ഉത്തരം അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെ? ഇപ്പൊ സാൻപോ ടിബറ്റിലാണ്, ഗംഗ ഇന്ത്യയിലാണ്, യാങ്സെ എന്ന് പറയുന്നത് ചൈനയിലാണ്, കർണാലി നേപ്പാളിലാണ്. ഉത്തരം നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ലോങ്സ്റ്റ് റിവർ ഓഫ് നേപ്പാൾ ഏതാണെന്ന്, അല്ലെ? അത് ലോങ്സ്റ്റ് ആണോ ഷോർട്ടസ്റ്റ് ആണോ ഒന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്താണ്, ഇതൊക്കെ ഏത് രാജ്യങ്ങളുടെ റിവർ ആണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അവിടെ നിന്ന് നമുക്ക് ആൻസർ കിട്ടി, കർണാലി, അല്ലെ? നേപ്പാളിലെ കർണാലി നദിയാണ് അവിടുത്തെ ഏറ്റവും നീളം കൂടിയത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദ മെയിൻ ഒക്യുപ്പേഷൻ ഓഫ് പാലിയോലിത്തിക് പീപ്പിൾ. അതായത് പാലിയോലിത്തിക് പീപ്പിൾ, അതായത് ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ ഇനീഷ്യലി പഠിക്കുന്ന പോർഷൻ ആണ് പാലിയോലിത്തിക്, മെസോലിത്തിക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അല്ലെ? ലിത്തിക് ഏജ് എന്ന് പറയുന്നത്, സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത് എപ്പോഴാ? ഏൻഷ്യൻ ഹിസ്റ്ററിന്റെ തന്നെ ഏറ്റവും തുടക്കത്തിൽ നമ്മൾ പഠിക്കുന്നതാണ്, അല്ലെ? അങ്ങനെ പാലിയോലിത്തിക്കിൽ ആൾക്കാരുടെ മെയിൻ ഒക്യുപ്പേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പാലിയോലിത്തിക്കിൽ തന്നെ എന്തൊക്കെയുണ്ട്? ലോവർ പാലിയോലിത്തിക് ഉണ്ട്, അതുപോലെ തന്നെ മിഡിൽ പാലിയോലിത്തിക് ഉണ്ട്, അപ്പർ പാലിയോലിത്തിക് ഉണ്ട്. ഈ 3 ലിത്തിക് ഏജസിലും കൂടി എന്താണ് അവിടുത്തെ അന്നത്തെ ഓൾഡ് സ്റ്റോൺ ആൾക്കാർ, അല്ലെങ്കിൽ അന്നത്തെ ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്താണ് ഏത് ഒക്യുപ്പേഷൻ ആണ് സ്വീകരിച്ചതാണ് ചോദിക്കുന്നത്? അഗ്രികൾച്ചർ ആണ്. അന്നത്തെ ആൾക്കാർക്ക് കൃഷിയെ പറ്റി ധാരണ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അന്നത്തെ ആൾക്കാർക്ക് എന്താണ് കൃഷി, അല്ലെങ്കിൽ കൃഷിക്ക് എന്തൊക്കെ വളം ചെയ്യണം, ഏതൊക്കെ ടൈപ്പ് ഓഫ് വിത്തുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ടെക്നിക്കൽ ധാരണ അവർക്ക് ഉണ്ടായിരുന്നു ഇല്ല, അല്ലെ? അപ്പൊ എന്താണ് അത് അവരുടെ മെയിൻ ഒക്യുപ്പേഷൻ ആയിരുന്നില്ല. ഓപ്ഷൻ ബി, ഹണ്ടിങ്. അത് നമുക്കൊരു പരിഗണനയിൽ വെക്കാൻ പറ്റും, അല്ലെ? ഹണ്ടിങ് എന്താ? അധികം വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അധികം പരിജ്ഞാനമോ ആവശ്യമില്ലാത്തൊരു ജോലിയാണ് ഹണ്ടിങ് എന്ന് പറയുന്നത്. അഥവാ അവരുടെ ഫുഡൊക്കെ അവർക്ക് എവിടുന്ന് കിട്ടും? ഈ പറയുന്ന ഹണ്ട് ചെയ്യുന്ന ആനിമൽസിൽ നിന്നൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഫുഡ് കിട്ടും, അല്ലെ? അപ്പൊ ഹണ്ടിങ് എന്താണ്? നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ഓപ്ഷൻ. ടെക്നിക്കൽ അറിവ് അല്ലെങ്കിൽ ടെക്നിക്കൽ വശം എന്തിനുണ്ട്? ഫാമിങ്ങിനുണ്ട്. അപ്പൊ അതും എന്തല്ല? ആൻസർ അല്ല. ഇനി ഫിഷിംഗും എന്താണ്? ആൻസർ അല്ല. അപ്പൊ ആൻസർ ഏതായിരിക്കും? ഹണ്ടിങ് അഥവാ വേട്ട.
അല്ലെ, മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, അവരുടെ അന്നന്നത്തേക്കുള്ള ഫുഡ് അവർ കണ്ടെത്തിക്കൊണ്ടിരുന്നത്. അവരുടെ മെയിൻ ഓക്യുപ്പേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, ഹണ്ടിങ് ആയിരുന്നു അവരുടെ മെയിൻ ഓക്യുപ്പേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കുറച്ച് ക്വസ്റ്റ്യൻസിനെ പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളും പറഞ്ഞു തന്നു. ഇനിയും എന്തുണ്ട്, നമുക്ക് ഫർദർ മോർ കുറച്ചും കൂടി ടഫർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. വരുന്ന സീരീസിൽ, വരുന്ന വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്, കൂടുതൽ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ എടുത്തു തരുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുക, ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളെ തലയിൽ നല്ല വൃത്തിക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. നല്ല വൃത്തിയിൽ നോട്ട്സ് ഒക്കെ കീപ്പ് ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, വരുന്ന SSGD നമുക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹാപ്പി ലേണിംഗ്. ബൈ.